ഫറൂഖ് പഴയപാലത്തിന് സമീപം ഫൈബർ വള്ളത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 2 പേർക്ക് പരിക്കേറ്റു. വള്ളത്തിലെ തൊഴിലാളികളായ സുനിൽ, ശബരി എന്നിവർക്കാണ് പരിക്കേറ്റത്. നിർത്തിയിട്ട വള്ളത്തിൽ പാചകം ചെയ്യവെയാണ് അപകടമുണ്ടായത്. ഇരുവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഈ റിപ്പോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് ഈ വള്ളം തിരിച്ച്, അതായത് മത്സ്യബന്ധനത്തിന് ശേഷം ലവ് ഇന്ത്യ എന്ന ബോട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് കരയിലേക്ക് എത്തിച്ചത്. ട്രോളിംഗ് നിരോധനമായതിനാൽ തന്നെ ചെറുവള്ളങ്ങളാണ് കടലിൽ പോകുന്നത്. അങ്ങനെ ഇന്നലെ രാവിലെ എത്തുകയും തിരിച്ച് ഈ മീൻ വിൽപ്പന ഉൾപ്പെടെയുള്ളവ കഴിഞ്ഞ് ഇന്നലെ രാത്രി, അതായത് വൈകിട്ട് ഭക്ഷണത്തിന്റെ ഈ കാര്യങ്ങൾ നോക്കുന്നതിനിടയിലാണ്. കാരണം പല ജില്ലകളിലുള്ളവരാണ്, മലയാളികൾ തന്നെയാണെങ്കിൽ പോലും പല ജില്ലകളിലുള്ളവരാണ് ഈ ബോട്ടിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണവും അതോടൊപ്പം തന്നെ താമസവും ഉൾപ്പെടെയുള്ളവ ബോട്ടിലും സമീപത്തെ ടെന്റുകളിലുമൊക്കെയായാണ് ഇവർ നിൽക്കുന്നത്. അങ്ങനെ ഇന്നലെ രാത്രി 7 മണിയോടെ ഇവർ ഭക്ഷണം പാചകം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ 2 പേർ, അതായത് സുനിൽ, ശബരി എന്നിവർക്കാണ് പരിക്കേറ്റുള്ളത്. അവരാണ് അപകടം നടന്ന സമയത്ത് ബോട്ടിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ 7 പേർ ഉൾപ്പെടെയുള്ളവർ ഈ സമീപത്ത് ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ നമ്മോടൊപ്പം തന്നെ ചേരുകയാണ്. എന്താ സംഭവിച്ചത്? ഇന്നലെ 7 മണിയാകുമ്പോൾ ഞങ്ങൾ കിച്ചന്റെ പണി ചെയ്തിട്ടിരുന്നു. ഗ്യാസ് തുറന്നിട്ട് അങ്ങനെ കത്തിയപ്പോഴാണ് നേരെ ഒറ്റ അടി അടിച്ച് ആ പിള്ളേർ 2 വെള്ളത്തിലെയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. എത്ര പേരുണ്ടായിരുന്നു ആ സമയത്ത്? ഇയാൾ 8 പേരുണ്ടായിരുന്നു. വേറെ ബീഞ്ച് ഒരാൾ ശരിയാക്കാൻ നിന്ന്, ഒരു പണി ചെയ്യുന്ന ഇവിടുത്തെ ആളാണ്. അയാൾ ബീഞ്ച് ശരിയാക്കിയിട്ടിരുന്നു. ബാക്കി ഞങ്ങൾ പലയുടെ അടുത്തൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇവര് കിച്ചണിൽ പണി കഴിഞ്ഞ് അവർ 3 പേരും അടുത്ത് നിന്ന്. ഇന്ന് കിച്ചണിൽ പണി ചെയ്യുന്ന നേരമാണ് ഈ കത്തിക്കാൻ പോയി പൊട്ടി. പിന്നെ ആൾക്കാരൊക്കെ വന്ന്, പോലീസുകാർ, അവർ ഇവരൊക്കെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ വന്ന് പിന്നെ ഇതിലേക്ക് ഉയരാക്കി അവർ 3 പേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ 4 ആളുണ്ട്. അയാൾക്കും പർക്ക് കിട്ടി. അപ്പോൾ ഞങ്ങൾ 3 ആളും ഉണ്ട്. പിന്നെ വേറെ കിദ്ദിക്കാരന്മാർ 5-6 പേരെ വിളിച്ചാണ് ഇതിലേക്ക് ഉയരാക്കിയത്. അയാൾ കുറച്ച് വെള്ളത്തിൽ കിടന്നിട്ട് പടാപ്പാട്ട് കൊടുന്നു. ഭയങ്കര ഇതാണ് അയാൾക്ക് പറക്ക്. ഈ ഗ്യാസ് നേരത്തെ തുറന്നു വെച്ചതാണോ? ഇല്ല, അങ്ങനെ ഒന്നും തുറന്നില്ല. ഞങ്ങൾ അങ്ങനെ ഒന്നും തുറന്നില്ല. ഇതിപ്പോ അന്നേരം നിന്ന് തുറന്നി. അയാൾ ചാടിയതല്ല, ആ കേസിന്റെ ഇതുകൊണ്ട് ടക്കെന്ന് അയാളെ പൊക്കിയെടുത്ത് എറിഞ്ഞതാണ്. ഞങ്ങള് പാട്ടില് ആ സമയത്ത് മലയുടെ അടുത്ത് ഈ പുള്ളി, ഞാനും മറ്റേ ഉടമസ്ഥനും ഞങ്ങൾ അത്ര പേര് അവിടെ ഉണ്ടായിരുന്ന സമയമാണ്. കത്തിച്ച പാടാണ്, ഒന്നുമില്ല. കത്തിച്ച പാട് ടപ്പെന്നൊരു സൗണ്ടാണ്. സൗണ്ട് എന്ന് വെച്ചാ നമുക്കൊന്നും പറയാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരു സൗണ്ടാണ്. ആ ടക്കെന്നായി. പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ. അപ്പൊ ആ പയ്യനെ, എന്റെ കണ്ണ് അങ്ങോട്ട് ഓടിപ്പോകുന്ന സമയത്താണ് ആ പയ്യനെ ചാടിയില്ല. അവന് യഥാർത്ഥമായിട്ട് അവൻ ചാടിയില്ല. അവന് ആ ഇതിന്റെ ഇതാണ് പൊട്ടി അവനെ തൂക്കി വെള്ളത്തിലിട്ടതാണ് ഞാൻ കണ്ടത് എന്റെ കണ്ണുകൊണ്ട്. ഈ പാചകം ചെയ്യുന്നതിനിടയിലാണ് നമുക്കിത് ഇവിടെ കാണാം. ആ ബോട്ടിൽ നിന്നും ഇറക്കി വെച്ച സാധനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ഡീസൽ ഉൾപ്പെടെയുള്ളവ ഇതോടുണ്ട്. ഇതിൽ ആ സമയത്ത് തന്നെ ഡീസൽ ഉൾപ്പെടെയുള്ളവ വണ്ടിയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബോട്ടിൽ ഉണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ആ ഗ്യാസ് പൊട്ടിത്തെറിക്കും സമയത്ത് ഈ ഡീസൽ ഉൾപ്പെടെയുള്ളവയിലേക്ക് തീ പടരാതിരുന്നത് കൊണ്ട് മാത്രമാണ് കൂടെയുള്ള ആളുകൾക്ക് കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. എന്തായാലും നിലവിൽ 50% പൊള്ളൽ ഈ പരിക്കേറ്റവർക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്.